നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട സന്ദേശം ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ജീവിതത്തിൽ പല വിധത്തിലും പ്രാർത്ഥനകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ. ഭഗവാനോട് പല പ്രാർത്ഥനകളും നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും എന്താണ് ഉത്തരം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ചില അവസരങ്ങളിലെങ്കിലും ഭഗവാൻ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായി മുൻപിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും വിഘ്നങ്ങളെ തകർത്തെറിയുവാനും സമൃദ്ധിയും അറിവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിച്ചു. ശക്തിയും ധൈര്യവും പല ആവർത്തിയായി ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് പുതു ഉന്മേഷം നൽകുകയും പല ടെൻഷനുകൾ മാറ്റിവയ്ക്കുവാൻ സഹായകരമായി തീർന്നിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട്. മനസ്സിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ, വലിയ സ്വപ്നങ്ങൾ പോലും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത് നിങ്ങൾക്ക് ശരിയാകുന്നുണ്ടോ എന്ന് നോക്കുകയാണ് എങ്കിൽ ഇല്ല എന്ന് തന്നെ പരാമർശിക്കാം. പല പദ്ധതികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം. ചില കാര്യങ്ങൾ ആരംഭിക്കണം എന്നുണ്ട്. ഒന്ന് ആരംഭിച്ച് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് എങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും മുടങ്ങി പോകുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അത് വീട് പണിയുമായി ബന്ധപ്പെട്ട് പോലുമാകാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്നു. വിദ്യാഭ്യാസ കാര്യം, അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ അല്ലെങ്കിൽ മുടങ്ങിപ്പോകുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ സ്ട്രഗിൾ നേരിടുന്ന സാഹചര്യമോ ഉണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ അത് മുടങ്ങിപ്പോകുന്ന സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ പല കാര്യങ്ങളിൽ മാറി മറിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം, പല ഉത്തരവാദിത്തങ്ങളും കടന്നു വരികയും എല്ലാം ഒരുമിച്ച് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായ സാഹചര്യം വരികയും അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. എന്നാൽ നിങ്ങൾ അതിൽ പതറിപ്പോകുന്നവരല്ല. ആ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ പരമാവധി ശ്രമിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. പരമാവധി നിങ്ങളുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് പ്രശംസ നൽകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ അവസാനം നോക്കുമ്പോൾ ഒന്നും പൂർത്തിയാകാത്തതായ സാഹചര്യം. ഒന്നെങ്കിലും പൂർത്തിയാകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും പല കാര്യങ്ങളും പൂർത്തിയാകാതെ പാതി വഴിയിൽ നിൽക്കുന്നതായ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങളെങ്കിലും ഇനി വേണ്ട എന്ന രീതിയിൽ ഉപേക്ഷിക്കുകയോ തങ്ങൾക്ക് അനുകൂലമാകില്ല എന്ന രീതിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യമോ ഉണ്ട്. ധനപരമായ കാര്യങ്ങൾ നോക്കുന്നതായ അവസരത്തിൽ ധനപരമായി നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഉയർച്ച ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. ചിലവാണ് നിങ്ങളെ പലപ്പോഴും തളർത്തുന്നതായ സാഹചര്യം. പണം സമ്പാദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പണം ജോലിയിലൂടെയും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നാലും അത് നഷ്ടപ്പെട്ടു പോകുന്നു, ചെലവായി പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് ഓർക്കാൻ പോലും സാധിക്കാത്തതായ അവസ്ഥ. പലപ്പോഴും കടം വാങ്ങിപ്പോലും ചെലവുകൾ നടത്തേണ്ടതായ സാഹചര്യമുണ്ട്.
പണം കയ്യിൽ വരുമ്പോൾ അത് ആശുപത്രി ചെലവായോ അല്ലെങ്കിൽ വാഹനത്തിന്റെ റിപ്പയർ അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് അല്ലെങ്കിൽ അന്നേ വരെ ഇല്ലാത്തതായ ഒരു ചെലവ് പെട്ടെന്ന് കടന്നു വരുന്നതായ സാഹചര്യം, അത്തരം ചെലവുകൾ തന്നെയാണ് നിങ്ങളെ തളർത്തുന്നത് എന്നതാണ് വാസ്തവം. അടുത്ത മാസമെങ്കിലും ശരിയാകും. അത്തരത്തിൽ ചിന്തിച്ചാലും വീണ്ടും നിങ്ങളുടെ സമ്പാദ്യം കാർന്ന് തിന്നുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ചില കാര്യങ്ങൾക്ക് പൈസയുണ്ട് എങ്കിലും അത് പൂർണ്ണമായും തികയാത്തതിനാൽ ചില കാര്യങ്ങൾ മാറ്റിവച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. നിരാശ മനസ്സിലുണ്ട് എന്നത് നിസ്സംശയം പറയാം. എന്നാൽ അത് പുറമേ അത്രമേൽ പ്രകടിപ്പിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ ലഭിക്കാത്തതിലുള്ള വിഷമമുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൃത്യമായ രീതിയിൽ നിങ്ങൾ അർഹിക്കുന്നതായ കാര്യങ്ങൾ ലഭിക്കാത്തത് നിങ്ങൾക്ക് വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു. ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും അത്രമേൽ പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങൾ. എന്നാൽ ആ പ്രതീക്ഷ തന്നെയാണ് പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് വാസ്തവമായ കാര്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് പോലും, അല്ലെങ്കിൽ നിങ്ങളൊരു പരാജയമാണോ എന്ന് പോലും തോന്നുന്ന ഒരു സാഹചര്യമുള്ളത് പല കാര്യങ്ങളിലും ഏറ്റിട്ടുള്ള തിരിച്ചടി തന്നെയാണ്. അത്തരത്തിലൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് തെറ്റായ ചിന്തയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം സന്തോഷത്തിന്റെ ദിവസങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കാരണം ഭഗവാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ അത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമാവുകയാണ് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടു എന്ന് വരാം. നിങ്ങൾക്ക് പോലും അതൊരു അത്ഭുതമായി തോന്നുകയും ചെയ്യാം. എങ്ങനെ ഇത്ര പെട്ടെന്ന് ആ കാര്യം നടന്നു എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം. പുതിയ ചില കാര്യങ്ങൾ, അത് ജോലി, ബിസിനസ്, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഉണർവ് നിങ്ങളിൽ പ്രകടമാകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ചില പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ ധനപരമായ ഒരു സ്ഥിരതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായ സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിൻ്റെ ആദ്യ പടി തന്നെ പൂർത്തീകരിക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും മാറ്റങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിച്ചു എന്ന് വരാം. പലരും നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രശ്നം തന്നെയാണ്. പല കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കുവാൻ സാധിക്കാത്തതും വിഷമമായി തന്നെ മാറുന്നു. കടക്കണിയിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഈ സമയം ഇത്തരം കാര്യങ്ങൾ അനിവാര്യമാണ്. വലിയ ബാധ്യതകൾ തീർക്കുവാൻ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്ന കടബാധ്യതകൾ, അത്തരം കാര്യങ്ങൾ തീർക്കുവാൻ നിങ്ങൾക്ക് പണം ആവശ്യമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സഹായമായി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. പ്രശ്നങ്ങളെല്ലാം കാരണം മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും രാത്രിയിൽ ഉറങ്ങുവാൻ പോലും സാധിക്കാത്തതായ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതും വാസ്തവമാണ്. അതിപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ശരിയായ രീതിയിൽ ഉറങ്ങുവാൻ പോലും സാധിക്കുന്നില്ല. ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥ, അരക്ഷിതാവസ്ഥ നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നു. ഈ യുദ്ധത്തിൽ നിങ്ങൾ തോറ്റുപോകുമോ എന്ന തോന്നൽ പോലും ജീവിതത്തിലുണ്ട്. മാനസിക പിരിമുറുക്കങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ പലരും നിങ്ങളെ പിന്തുണയ്ക്കും എന്ന ധാരണ ഉണ്ടായിരുന്നു എങ്കിലും ചിലർ നിങ്ങളെ ഈ സമയം കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നത് നിങ്ങളുടെ വിഷമം വലുതാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. കാരണം നിങ്ങളുടെ രക്ഷയ്ക്കായി നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ശക്തിയുടെ ആ ചോർച്ചയ്ക്ക് ഒരു പരിഹാരമായി മാറും. രക്ഷാകവചമായി ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നതിനാൽ തന്നെ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുന്ന സമയം അതിദൂരെയല്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വലിയ ഭയമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഭയപ്പാടിലാണ് നിങ്ങൾ എങ്കിൽ അത് മറികടക്കുവാൻ സാധിക്കും. അനുകൂലമായ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടും എന്നതും വാസ്തവം തന്നെയാണ്. ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിപ്പിക്കുവാനും ശത്രുവിന്റെ ശക്തി പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ക്ഷയിപ്പിക്കുവാൻ സാധിക്കും. അവർക്ക് എന്താണോ കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിലുള്ള മറുപടി അത് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. അത് നിങ്ങളുടെ പ്രവൃത്തിയാൽ, നിങ്ങളുടെ കർമ്മത്താൽ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചടിയായി മാറില്ല എന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായ വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്ന് ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും ഇടത്തു നിന്നും ധനപരമായ സഹായങ്ങളോ മറ്റ് അനുകൂലമായ സാഹചര്യങ്ങളോ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളും തുലോം കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ശക്തരായി മാറുകയും അത് മറ്റുള്ളവർക്ക് നിങ്ങളെ തോൽപ്പിക്കുവാനുള്ള സാധ്യതകൾക്ക് മങ്ങൽ ഏൽപ്പിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുക എന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ വിജയങ്ങളുടെ ഒരു ലക്ഷണമാണ്. അത് നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്.